ഹായ് ആൻഡ് വെൽക്കം ടു ജെയിലൻ PSC. ഇപ്പം നമ്മൾ രോഗങ്ങളും രോഗകാരികളും എന്ന ടോപ്പിക്കായിരുന്നു നോക്കിയിരുന്നത്. അതിൽ പകർച്ചവ്യാധികളിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളും ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളും നമ്മൾ ഓൾറെഡി നോക്കിയായിരുന്നു. നമുക്ക് ബാക്കി നോക്കാം. അപ്പം വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ രോഗമായിരുന്നു എയ്ഡ്സ്. അപ്പോൾ എന്നാണ് വേൾഡ് എയ്ഡ്സ് ഡേ ആചരിക്കുന്നത്? അത് ഡിസംബർ 1-നാണ്. ഈ വർഷത്തെ എയ്ഡ്സ് ഡേയുടെ തീം എന്ന് പറയുന്നത് ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ്. ഇതാണ് ഈ വർഷത്തെ എയ്ഡ്സ് ഡേയുടെ പ്രമേയം. നമുക്കിനി ബാക്കി രോഗങ്ങളിലേക്ക് പോവാം. നമ്മൾ നോക്കാൻ പോകുന്നത് ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്. അപ്പം പൂപ്പൽ വിഭാഗത്തിൽപ്പെടുന്നവയാണ് ഫംഗസുകൾ, അല്ലെങ്കിൽ പൂപ്പലുകൾ ഉൾപ്പെടുന്നതാണ് ഫംഗസുകൾ. ചില ഫംഗസുകൾ, എല്ലാമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില സൂക്ഷ്മജീവികൾ, ആ ഫംഗസുകൾ നമുക്ക് രോഗകാരികളായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഈ ഫംഗസുകൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ വരുമ്പം ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ടോക്സിൻസ് ആണ് രോഗങ്ങൾക്ക് കാരണമാവുന്നത്. അപ്പം ആദ്യത്തെ ഫംഗസ് രോഗമാണ് വട്ടച്ചൊറി അഥവാ റിംഗ് വോം. ഇത് ചില ഇനം ഫംഗസുകൾ നമ്മുടെ ത്വക്കിലുണ്ടാക്കുന്ന രോഗമാണ്. അപ്പം നമ്മുടെ ത്വക്കിൽ ചുവന്ന തിണർപ്പുകളാണ് ഇതിൻ്റെ ലക്ഷണം. ചുവന്ന തിണർപ്പുകളാണ് ഈ ഒരു രോഗത്തിൻ്റെ ലക്ഷണം. സ്പർശനത്തിലൂടെയും സമ്പർക്കത്തിലൂടെയും ഈ രണ്ട് രീതിയിലാണ് ഈ രോഗങ്ങൾ പടരുന്നത്. അടുത്തതാണ് അത്ലറ്റ്സ് ഫുട്ട് എന്താണ്? നമ്മുടെ വിരലുകളും പാദങ്ങൾക്കിടയിലും കാണപ്പെടുന്ന ഫംഗൽ രോഗമാണ് അത്ലറ്റ്സ് ഫുട്ട്. അപ്പം ചൊറിച്ചിലുണ്ടാക്കുന്ന ചില ചുവന്ന ശൽക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷണം. നമ്മുടെ പാദങ്ങളിലും വിരലുകൾക്കിടയിലും ചുവന്ന ശൽക്കങ്ങൾ അതുണ്ടാവും. അതാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷണം. മലിനജലവും മണ്ണുമായുള്ള സമ്പർക്കം വഴി കാൽ വിരലുകൾക്കിടയിലൂടെയാണ് രോഗാണുക്കൾ പ്രവേശിക്കുന്നത്. നമ്മൾ മലിനജലവും മണ്ണുമായുള്ള സമ്പർക്കം വഴിയാണ് ഈ രോഗം ഉണ്ടാകുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് താരൻ, ഡാൻഡ്രഫ്. നമ്മുടെ സ്കിന്നിൽ ഡെഡ് സെൽസ് പൊഴിഞ്ഞു പോവുകയും പുതിയ സ്കിൻസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ പൊഴിഞ്ഞു പോകുന്നതിനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ ഉണ്ടാവുന്ന പുതിയ സ്കിന്നിലെ സെൽസ് വളരെയധികം കൂടുതലാണെങ്കിൽ അവ ശൽക്കങ്ങളായി മാറും. അങ്ങനെ മാറുന്ന അവസ്ഥയാണ് താരൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ തലയിലൊക്കെ വെള്ളപ്പൊടി പോലെ കാണപ്പെടുന്നത്. അപ്പം ഇങ്ങനെ താരൻ ഉണ്ടാകുന്ന സമയത്ത് ചില ഫംഗസുകൾ അവിടെ പ്രവർത്തിക്കുകയും അസഹ്യമായ ചൊറിച്ചിലും അണുബാധയും ഉണ്ടാക്കും. ഇത് ഈ ശൽക്കങ്ങൾ വെള്ളപ്പൊടികളായിട്ട് പൊഴിയുകയും അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലിനും കാരണമാണ്. അപ്പം മൃതകോശങ്ങൾ പൊഴിയുന്നതനുസരിച്ച് ത്വക്കിലെ കോശങ്ങൾ തുടർച്ചയായി പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പൊഴിയുന്നതിനേക്കാൾ വേഗത്തിൽ കോശങ്ങൾ വിഭജിച്ചാൽ അവ ശൽക്കങ്ങളായി മാറും. ഈ അവസ്ഥയാണ് താരൻ. ഈ സന്ദർഭത്തിൽ ത്വക്കിനെ ബാധിക്കുന്ന ചിലയിനം ഫംഗസുകൾ അസഹ്യമായ ചൊറിച്ചിലും അണുബാധയും ഉണ്ടാക്കാം. ശൽക്കങ്ങൾ വെളുത്ത പൊടിയായി ഇളകി വീഴാനും മുടി കൊഴിച്ചിലിനും കാരണമാവും. ഇത് കൂടാതെ ഉള്ള മറ്റ് ഫംഗസ് രോഗങ്ങളാണ് ചുണങ്ങും ആസ്പെർജില്ലോസിസും. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോട്ടോസോൺ രോഗങ്ങളാണ്. പ്രോട്ടോസോൺ എന്ന് പറയുന്ന, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു പ്രോകാരിയോട്സ് എന്താ യൂക്കാരിയോട്സ് എന്താന്ന്. അപ്പം ഏകകോശ യൂക്കാരിയോട്ടുകളാണ് ഈ പ്രോട്ടോസോൺസ്, ഏകകോശ യൂക്കാരിയോട്സ്. അപ്പം അതിൽ വരുന്ന ആദ്യത്തെ രോഗമാണ് മലമ്പനി ഒരു പ്രോട്ടോസോൺ രോഗമാണ്. അപ്പം മലമ്പനി ഉണ്ടാക്കുന്ന രോഗകാരി ആരാണ്? പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ആണ് മലമ്പനി ഉണ്ടാക്കുന്ന രോഗകാരി. അപ്പം കൊതുകുകളിലൂടെയാണ് ഇത് പടരുന്നത്. അപ്പം വാഹകരാരാണ്? അനോഫിലസ് കൊതുകുകളാണ്. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞതാണ്. ഇത് മനുഷ്യരെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ മുഖ്യ ലക്ഷണം എന്ന് പറഞ്ഞാൽ വിറയോടുകൂടിയ പനി, അമിത വിയർപ്പ്, ഇതൊക്കെയാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷണം. അതുകൂടാതെ തലവേദന, ഛർദി, വയറിളക്കം, വിളർച്ച എന്നിവ ഉണ്ടാകും. അപ്പം മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ആണ് അതിൻ്റെ രോഗകാരി. അതിന് വാഹകരായിട്ട് വരുന്നത് അനോഫിലസ് കൊതുകുകളാണ്. അടുത്തത് നമ്മൾ വിരകൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രോഗമാണ് മന്ത് ഉണ്ടാക്കുന്നത് ഫൈലേറിയൽ വിരകളാണ്. മന്തിന് കാരണമാവുന്നത്. ക്യൂലക്സ് കൊതുകുകളിലൂടെയാണ് ഇത് പകരുന്നത്. വാഹകരായിട്ട് വരുന്നത് ക്യൂലക്സ് കൊതുകുകൾ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലിംഫ് വാഹികളിൽ ഈ വിരകൾ എത്തുകയും അവ ലിംഫിൻ്റെ പ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്നു.
അതുമൂലം ലിംഫ് വാഹികൾ വീർത്തു വരുന്നു. ആ അവസ്ഥയാണ് മന്തെന്ന് പറയുന്നത്. അപ്പം ലിംഫ് വാഹികളിൽ വിരകൾ തങ്ങി നിൽക്കുന്നതിനാൽ ലിംഫിൻ്റെ പ്രവാഹം തടയപ്പെടുന്നു. ഇതുമൂലം ലിംഫ് വാഹികൾ വീങ്ങുന്നു. അതാണ് മന്ത് രോഗം. അപ്പോൾ ഇതിൻ്റെ ഏത് വിരയാണ്? ഫൈലേറിയൽ വിരകൾ, അതുപോലെ ക്യൂലക്സ് കൊതുകുകളും. അത് രണ്ടും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പകർച്ചവ്യാധികൾ നോക്കി, അതിലെ ഓരോ സൂക്ഷ്മജീവികൾ കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി. ഇനി നമുക്ക് പകരാത്ത രോഗങ്ങൾ ആ സെഷനിലേക്കാണ് പോകുന്നത്. അപ്പം പകരാത്ത രോഗങ്ങൾ മെയിനായിട്ട് ഈ 4 കാറ്റഗറിയിലാണ് പെടുന്നത്. ഒന്ന്, ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അത് വ്യായാമക്കുറവ്, ഭക്ഷണത്തിലെ ക്രമീകരണത്തിലുള്ള പ്രശ്നം, അതുപോലെ സ്ട്രെസ്സ്, ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. അതുപോലെ പോഷകഘടകങ്ങളുടെ, നമ്മുടെ വൈറ്റമിൻസ്, മിനറൽസ്, ഈ പോഷകഘടകങ്ങളുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളാണ്. അത് കൂടാണ്ട് ജനിതകപര രോഗങ്ങൾ, അതായത് ജനറ്റിക് മെറ്റീരിയൽസ്, നമ്മുടെ ജീനുകളിൽ എന്തെങ്കിലും തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജനിതകപര രോഗങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് തൊഴിൽജന്യ രോഗങ്ങൾ. ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു മനുഷ്യൻ അയാൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെൻറ്റിലെ പ്രശ്നങ്ങൾ മൂലം, അയാളുടെ ഒക്യുപ്പേഷനിലുള്ള പ്രശ്നങ്ങൾ മൂലം അയാൾക്കുണ്ടാകുന്ന രോഗങ്ങളാണ് തൊഴിൽജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് കാറ്റഗറീസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തത് ജനിതക രോഗങ്ങൾ. നമ്മുടെ സെല്ലിലെ എല്ലാ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്നത് ജീൻസാണ്. അപ്പോൾ ജീൻസിൽ എന്തെങ്കിലും തകരാറുണ്ടാകുമ്പം അങ്ങനെ ആ സെല്ലിലെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും അതുമൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജനിതക രോഗങ്ങൾ. കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകളാണ് ജനിതക രോഗങ്ങൾ. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനിമിയ, ഡൗൺ സിൻഡ്രോം, ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഹീമോഫീലിയ നോക്കാം. ഹീമോഫീലിയ എന്ന് പറയുന്നത് നമ്മുടെ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ്. അതിന് മെയിനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ, രക്തം കട്ട പിടിക്കുന്നത് പ്ലാസ്മയിലെ ചില പ്രോട്ടീനുകളുടെ പ്രവർത്തനം മൂലമാണ്. അപ്പം ഈ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് കൺട്രോൾ ചെയ്യുന്ന ആ ജീനിന് എന്തെങ്കിലും തകരാറുണ്ടായാൽ ആ പ്രോട്ടീൻ ഉൽപ്പാദനത്തെ ബാധിക്കുകയും അതുമൂലം നമ്മുടെ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയുണ്ടാവും. ഈ ഹീമോഫീലിയ അറിയപ്പെടുന്നത് റോയൽ ഡിസീസ് എന്നാണ്. അപ്പം ആ രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ. ഇതുമൂലം ചെറിയ മുറിവിൽ പോലും ഒത്തിരി രക്തം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇത് തടയാൻ, ഇത് ജനിതകപരമായ ഒരു അസുഖമായതുകൊണ്ട് ഇതിന് പ്രോപ്പർ ചികിത്സയൊന്നുമില്ല. ഇതിലാകെ ചെയ്യാൻ പറ്റുന്നത് ഏത് പ്രോട്ടീൻ്റെ പ്രൊഡക്ഷനാണോ ഇതിനെ ബാധിച്ചിരിക്കുന്നത് ആ പ്രോട്ടീൻ കുത്തിവെക്കുക. അതാണ് താൽക്കാലിക ശമനത്തിനുള്ള ഏക വഴി. അപ്പം രക്തം കട്ടപിടിക്കുന്നത് പ്ലാസ്മയിലെ ചില പ്രോട്ടീനുകൾ അതിൻ്റെ സഹായത്തോടെയാണ്. ഇത്തരം പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾ തകരാറിലാവുന്നു. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ഇതൊരു ജനിതക രോഗമായതിനാൽ ചികിത്സയില്ല, പരിപൂർണ ചികിത്സ നിലവിലില്ല. ഉൽപ്പാദനം തകരാറായ പ്രോട്ടീൻ ഏതാണെന്ന് വെച്ചാൽ അത് കണ്ടെത്തി അത് കുത്തിവെച്ച് രോഗത്തിന് താൽക്കാലിക ശമനം ഉണ്ടാകുന്നു. ഓക്കെ, അടുത്തത് സിക്കിൾ സെൽ അനീമിയ. അരിവാൾ രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീൻസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന ഹീമോഗ്ലോബിൻ്റെ ആ ഒരു ഷേപ്പിനെയും ഘടനയും അത് അഫക്റ്റ് ചെയ്യുന്നു. അപ്പം ആ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡ്സ് ഉണ്ട്. ആ അമിനോ ആസിഡ്സിൻ്റെ ഓർഡറിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ക്രമീകരണത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ജീനിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പം RBC, അരുണ രക്താണുവിൻ്റെ ഷേപ്പ് മാറും. റൗണ്ട് ഷേപ്പിൽ നിന്ന് അത് അരിവാൾ രൂപത്തിലേക്ക് മാറും. ഇതുമൂലം ഓക്സിജൻ ക്യാരിങ്, നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയുകയും അതുകൂടാതെ ഈ ഒരു ബ്ലഡ് വെസൽസിൽ ഇത് തങ്ങി നിന്ന് ബ്ലഡ് ഫ്ലോയെ ബാധിക്കുന്നു. ഇതാണ് സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം എന്ന് പറയുന്നത്. അപ്പം ജീനുകളിലെ വൈകല്യം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിലും വൈകല്യം വരുന്നു. തൽഫലമായി അരുണ രക്താണുക്കൾ ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ വ്യത്യാസം വരുന്നു. അരുണ രക്താണുക്കൾ അരിവാൾ പോലെ വളയുന്നു. നമ്മുടെ RBC അരിവാൾ പോലെ വളയുന്നു. ഓക്സിജൻ സംഭരണശേഷി കുറയുകയും അരിവാൾ രൂപത്തിലുണ്ടായ രക്താണുക്കൾ രക്തക്കുഴലിൽ തങ്ങി രക്തപ്രവാഹത്തെയും തടസ്സപ്പെടുന്നു. 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഓക്സിജൻ സംവഹനശേഷി കുറയും, അത് കൂടാണ്ട് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നു. അതിൻ്റെ ആ ഷേപ്പ് കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി നമുക്ക് തൊഴിൽജന്യ രോഗങ്ങൾ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആൾ തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് അയാൾക്കുണ്ടാകുന്ന രോഗങ്ങളാണ് തൊഴിൽജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ
കൽക്കരി ഖനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ഡിസീസാണ് ന്യൂമോകോണിയോസിസ്. ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്ന ഡിസീസ് കൽക്കരി ഖനിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്നു. അതുപോലെ സ്വർണം, ടിന്ന്, മൈക്ക ഖനി, ക്വാറി, മൺപാത്ര നിർമ്മാണം, സിറാമിക്സ്, ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് സിലിക്കോസിസ് എന്ന രോഗം കാണപ്പെടുന്നു. അതുപോലെ ആസ്ബസ്റ്റോസ് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആസ്ബസ്റ്റോസിസ്. ഏതൊക്കെയാണ്? ന്യൂമോകോണിയോസിസ്, സിലിക്കോസിസ്, ആസ്ബസ്റ്റോസിസ്. ഇതെല്ലാം തൊഴിൽജന്യ രോഗങ്ങളാണ്. അടുത്താണ് ക്യാൻസർ. അപ്പം നമുക്കറിയാം നമ്മുടെ കോശങ്ങൾ ഡിവൈഡ് ചെയ്യുക, സെൽ ഡിവിഷൻ നടക്കുന്നത് ഒരു കോമൺ ആയിട്ടുള്ള പ്രവൃത്തിയാണ്. പക്ഷെ ഇത് ഒരു നിയന്ത്രിതമായിട്ടുള്ള പ്രവൃത്തിയാണ്. അനിയന്ത്രിതമായിട്ട് നടക്കുമ്പോഴാണ് അവ ക്യാൻസർ എന്നൊരു രോഗാവസ്ഥയാവുന്നത്. ഇങ്ങനെ അനിയന്ത്രിതമായിട്ട് സെല്ലുകൾ ഡിവൈഡ് ചെയ്യും, അത് ഇതര കലകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. അതാണ് ക്യാൻസർ. കോശവിഭജന പ്രക്രിയയിൽ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാവുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു രോഗം ഉണ്ടാവുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. പരിസ്ഥിതി ഘടകങ്ങൾ, അതുപോലെ പുകവലി, വികിരണം, വൈറസ്, പാരമ്പര്യ ഘടകങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് ഇതിന് കാരണം, ക്യാൻസറിന് കാരണം. അപ്പം ക്യാൻസറും കേരളവും. കേരളത്തിൽ RCCയുടെ പഠനം അനുസരിച്ച് ഒരു വർഷം 50,000-ന് മേലെ ആളുകൾക്ക് ക്യാൻസർ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ 20% ക്യാൻസർ രോഗത്തിനും കാരണം ചില ആഹാര ഘടകങ്ങളാണ്. ഇത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിലെ പഠനങ്ങൾ തെളിയിക്കുന്നതാണ്, നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ക്യാൻസർ വരുന്ന പുരുഷന്മാരിൽ 50% പേർക്കും തൊണ്ട, വായ്, അതുപോലെ ശ്വാസകോശം എന്നീ ഓർഗൻസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. മെയിൻ പ്രശ്നം, അതിന് കാരണമെന്ന് പറയുന്നത് പുകവലിയും മദ്യപാനവുമാണ്. ക്യാൻസർ ജനിതക രോഗമാണെങ്കിലും പാരമ്പര്യ രോഗമായി അതിനെ പരിഗണിക്കുന്നില്ല. ഇത് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തരാം, അല്ലെങ്കിൽ ഓപ്ഷനിൽ തരാം. ക്യാൻസർ ജനിതക രോഗമാണെങ്കിലും പാരമ്പര്യ രോഗമായി പരിഗണിക്കുന്നില്ല. അത് ടെക്സ്റ്റിലുള്ള പോയിന്റാണ്. ചികിത്സാ രീതി എന്ന് പറയുന്നത് ശസ്ത്രക്രിയ, രാസചികിത്സ, വികിരണ ചികിത്സ, ഇതൊക്കെയാണ്. ഇനി നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ നോക്കാം. അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലമായിരിക്കും ഈ രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഇത് പകരുന്ന രോഗങ്ങളല്ല. അനാരോഗ്യകരമായ ജീവിത രീതി ക്ഷണിച്ചു വരുത്തുന്ന രോഗങ്ങളാണ്. അപ്പം ഇതിന് കാരണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, ഭക്ഷണശീലത്തിലുള്ള പ്രശ്നങ്ങളാവാം, വ്യായാമം ഇല്ലായ്മ കൊണ്ടുണ്ടാവാം, അതുപോലെ മാനസിക സംഘർഷം, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന് ഉപയോഗം, ഇതൊക്കെ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ജീവിതശൈലി രോഗങ്ങളിലെ ഒരു രോഗമാണ് ഉയർന്ന രക്തസമ്മർദ്ദം. ഇതറിയപ്പെടുന്നത് നിശബ്ദ കൊലയാളി എന്നാണ്. അത് PSC ചോദിച്ചിട്ടുള്ളതാണ്. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? അത് ഉയർന്ന രക്തസമ്മർദ്ദം. പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഇൻസുലിൻ്റെ കുറവോ അതുപോലെ തന്നെ പ്രവർത്തന വൈകല്യമോ കൊണ്ടാണ്. നമ്മുടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അതിൽ പ്രവർത്തന വൈകല്യം കൊണ്ടോ ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് അഥവാ പ്രമേഹം. അപ്പം വേൾഡ് ഡയബറ്റിസ് ഡേ എന്നാണ്? വേൾഡ് ഡയബറ്റിസ് ഡേ നവംബർ 14. അപ്പം 2023 ഡയബറ്റിസ് അല്ലെങ്കിൽ വേൾഡ് ഡയബറ്റിസ് ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത് ആക്സസ് ടു ഡയബറ്റിസ് കെയർ. 2023 പ്രമേയ ദിനത്തിൻ്റെ തീം അല്ലെങ്കിൽ പ്രമേയം ആക്സസ് ടു ഡയബറ്റിസ് കെയർ. നവംബർ 14 പ്രമേയ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി അടുത്താണ് ഫാറ്റി ലിവർ. അത് നമ്മുടെ ഭക്ഷണത്തിലെ പ്രശ്നങ്ങൾ മൂലമുള്ള ഒരു രോഗമാണ്. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ അല്ലെങ്കിൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുവാൻ ഇടയാക്കുന്നതാണ് ഫാറ്റി ലിവർ. അടുത്തത് പക്ഷാഘാതം. നമ്മുടെ ബ്രെയിനിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുകയും അതുമൂലം അങ്ങോട്ടുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. ഇതാണ് പക്ഷാഘാതം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നു. അമിത രക്തസമ്മർദ്ദം. കൊഴുപ്പടിഞ്ഞ് നമ്മുടെ രക്തധമനികളിൽ കൊഴുപ്പടിഞ്ഞ് ആ ഒരു രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. രക്തധമനികളുടെ വ്യാസം കുറയുന്നു. അതാണ് അമിത രക്തസമ്മർദ്ദം. ഹൃദയാഘാതം. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. കൊറോണറി ധമനികൾ, നമ്മുടെ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്, അതാണ് ഹൃദയാഘാതം. അപ്പം പക്ഷാഘാതം മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ, അമിത രക്തസമ്മർദ്ദം രക്തധമനികളിൽ കൊഴുപ്പടിഞ്ഞ് അതിൻ്റെ വ്യാസം കുറയും. ഹൃദയാഘാതം ഹൃദയത്തിലേക്കുള്ള കൊറോണറി ധമനിയാണ്. കൊറോണറി ധമനിയിൽ കൊഴുപ്പടിഞ്ഞ്
രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. ഇനി നമുക്ക് പുകവലി മൂലം ഉണ്ടാകുന്ന ഓരോ ഓർഗൻസിനെയും ഏതൊക്കെ അസുഖങ്ങളാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ശ്വാസകോശത്തെ പുകവലി മൂലം ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസിമ, ഇത് മൂന്നുമാണ് ലങ്സിൽ പുകവലി മൂലം ഉണ്ടാകുന്ന രോഗം. ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസിമ. അപ്പോൾ എംഫിസിമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്, അത് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് മസ്തിഷ്കത്തെ ബാധിക്കുന്നത് പക്ഷാഘാതം, നിക്കോട്ടിനോടുള്ള വിധേയത്വം, നിക്കോട്ടിനോടുള്ള അഡിക്ഷൻ, അതുപോലെ തന്നെ പക്ഷാഘാതം, ഇത് രണ്ടും പുകവലി മൂലം മസ്തിഷ്കത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ്. അടുത്തത് ഹൃദയത്തെ ബാധിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം, ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ, പ്രവർത്തനക്ഷമത കുറയൽ. ഉയർന്ന രക്തസമ്മർദ്ദം, ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ, പ്രവർത്തനക്ഷമത കുറയൽ, ഇത് മൂന്നുമാണ് ഹൃദയത്തെ ബാധിക്കുന്നത്. അപ്പോൾ ശ്വാസകോശത്തെ ഏതൊക്കെയാണ്? ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസിമ. മസ്തിഷ്കത്തെ പക്ഷാഘാതം, നിക്കോട്ടിനോടുള്ള വിധേയത്വം. ഹൃദയത്തെ ബാധിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം, ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ, അതുപോലെ തന്നെ പ്രവർത്തനക്ഷമത കുറയൽ. അപ്പം നമ്മളിപ്പം ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ മനുഷ്യരെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഇനി ജന്തു രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആനിമൽസിനെ ബാധിക്കുന്നത് അതിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ് ആന്ത്രാക്സ് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ജന്തു രോഗമാണ്. അതുപോലെ അകിടവീക്കം, അതും ബാക്ടീരിയ മൂലമുള്ള രോഗമാണ്. ആന്ത്രാക്സ്, അകിടവീക്കം ബാക്ടീരിയ മൂലവും. കുളമ്പ് രോഗം, കന്നുകാലികളിൽ കാണപ്പെടുന്ന രോഗം, കുളമ്പ് രോഗം വൈറസ് മൂലം ഉണ്ടാകുന്നതാണ്. അപ്പം ബാക്ടീരിയ മൂലമുള്ള ഏതൊക്കെയാണ്? ആന്ത്രാക്സും അകിടവീക്കം. കുളമ്പ് രോഗം വൈറസ് രോഗമാണ്. അടുത്തത് സസ്യരോഗങ്ങളിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നതാണ് നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം, വഴുതനയിലെ വാട്ടരോഗം. ബ്ലൈറ്റും വാട്ടരോഗവും. നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം, വഴുതനയിലെ വാട്ടരോഗം, ഇത് സസ്യങ്ങളിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം. വൈറസ് മൂലം ഉണ്ടാകുന്നത് പയർ, മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം, വാഴയിലെ കൂർനാമ്പ് രോഗം. ഓക്കെ, അപ്പം വൈറസ് മൂലം ഉണ്ടാകുന്നത് പയർ, മരച്ചീനിയിലെ മൊസൈക്ക് രോഗവും വാഴയിലെ കുറുനാമ്പ് രോഗവും. ലാസ്റ്റ് ഫംഗസ് മൂലമുള്ള രോഗമാണ് കുരുമുളകിൻ്റെ ദ്രുതവാട്ടം, തെങ്ങിൻ്റെ കൂമ്പുചീയൽ. അപ്പം സസ്യരോഗങ്ങൾ അതിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം, വഴുതനയിലെ വാട്ടരോഗം. വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് പയർ, മരച്ചീനിയിലെ മൊസൈക്ക് രോഗം, വാഴയിലെ കുറുനാമ്പ് രോഗം. ഫംഗസ് മൂലം കുരുമുളകിൻ്റെ ദ്രുതവാട്ടം, തെങ്ങിൻ്റെ കൂമ്പുചീയൽ. അപ്പോൾ നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് രോഗങ്ങളും രോഗാരികളും എന്ന ടോപ്പിക്കിൽ SCERT ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് കൂടാതെ ഇതുപോലുള്ള ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.